ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ചില റിട്ടുകളുണ്ട്. കോടതിയിൽ സമർപ്പിക്കുന്ന റിട്ടുകൾ. അത് ഒന്ന് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എല്ലാവരും കേട്ട് കാണും. യു മേ ഹാവ് ദ ബോഡി എന്നാണ്. അത് ശരിക്ക് ടു റിലീസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഡിറ്റൈൻഡ് അൺലോഫുള്ളി വെദർ ഇൻ പ്രിസൺ ഓർ പ്രൈവറ്റ് കസ്റ്റഡി. ഇതാണ് ഹേബിയസ് കോർപ്പസ് പറയുന്നത്. ഒരു പ്രൈവറ്റ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രിസണിലോ നിയമപരമായി അല്ലാതെ ഒരാളെ പാർപ്പിച്ചാൽ അയാളെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം. അതായത് ജീവനോടെ അല്ലാതെയോ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയും. അടുത്ത റിട്ടാണ് മൻഡാമസ് എന്ന് പറഞ്ഞാൽ വി കമാൻഡ്, അതായത് കോടതി കമാൻഡ് ചെയ്യുന്നു ടു സെക്യൂർ ദ പെർഫോമൻസ് ഓഫ് പബ്ലിക് ഡ്യൂട്ടീസ് ബൈ ലോവർ കോർട്ട്, ട്രൈബ്യൂണൽ ഓർ പബ്ലിക് അതോറിറ്റി. അതായത് ലോവർ കോർട്ടുകളോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണലോ എന്തെങ്കിലും ആളുകൾ അവരുടെ പെർഫോമൻസ് കറക്റ്റ് അല്ലാതിരിക്കുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മൻഡാമസ്. അടുത്തതാണ് സെഷ്യൂറാറി എന്ന് പറഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് എന്നാണ് അതിൻ്റെ മീനിങ്. To quash the orders already passed by an inferior court, tribunal or quasi-judicial authority. താഴെക്കിടയിലുള്ള ഏതെങ്കിലും ഒരു കോർട്ടോ അല്ലെങ്കിൽ ട്രൈബ്യൂണലോ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയോ ഇറക്കുന്ന ഓർഡറുകളെ എന്താണ് ക്വാഷ് ചെയ്യുന്ന ഓർഡറിനാണ് സെഷ്യൂറാറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയും. ടു ആക്ട് ഓഫ് സ്റ്റോപ്പിംഗ് സംതിങ്. എന്താണ്? ടു പ്രൊഹിബിറ്റ് ആൻ ഇൻറ്റീരിയർ കോർട്ട് ഫ്രം കണ്ടിന്യൂയിങ് ദ പ്രൊസീഡിങ്സ് ഇൻ എ പർട്ടിക്കുലർ കേസ്. ഒരു പ്രത്യേക കേസിൽ ഇനി കീഴ്ക്കോടതികൾ മുന്നോട്ട് പോവേണ്ട എന്ന രീതിയിൽ ഒരു ഉത്തരവ് മേൽക്കോടതി നൽകുന്നതിനാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് കോവാറൻറ്റോ. കോവാറൻറ്റോ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ അതോറിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. To restrain a person from holding a public office for which he is not entitled. നമ്മൾ അർഹതപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നിനക്ക് എന്ത് അധികാരം അവിടെ ഇരിക്കാനെന്ന് ചോദിക്കുന്നതിന് തുല്യം. അതാണ് കോവാറൻറ്റോ എന്ന് പറയുന്നത്. ഇനി ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ശരിക്കും ഇന്ന് ആധുനിക കാലത്തെ ഒരു സ്ലേവറി തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഒരു സ്ലേവറിയാണ്. അതായത് ഹ്യൂമൻ റൈറ്റുകളെ ശരിക്ക് ഹിംസിക്കുന്ന ഒന്ന് തന്നെയാണ്. മോഡേൺ ഡേ സ്ലേവറി എന്നാണ് അതിന് പറയുന്നത്. അത് പല രീതിയിലും ഹ്യൂമൻ ട്രാഫിക്കിങ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഒന്ന് സെക്സ് ട്രാഫിക്കിംഗ് ആണ്. അതായത് ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെക്സ് ആക്റ്റുകളാണ് അതിൽ പെടുന്നത്. അതൊരിക്കലും അനുവദനീയമല്ല. രണ്ട്, ലേബർ ട്രാഫിക്കിംഗ്. ലേബർ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ സ്വീറ്റ് ഷോപ്സുകളേക്ക് ഫാക്ടറികളിലേക്ക് ഇവിടെ എല്ലാം ഈ ലേബേഴ്സിനെ ഫോഴ്സ് ചെയ്ത് പണിയിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അവ നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ ഓർ ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറയും. അതായത് ഡെപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരുത്തനെ കടപ്പെടുത്തിയിട്ട് അവനെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുക. അതായത് ഒരുത്തന് കുറച്ച് പൈസ കടം കൊടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ആ പൈസ തരാത്തതിൻ്റെ പേരിൽ അവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ഒരു രീതി. അതൊരു തരം സ്ലേവറിയാണ്. അതായത് അവന് അഡ്വാൻസായിട്ട് പണം കൊടുത്ത് അവനൊരു കടക്കാരനാക്കി മാറ്റിയിട്ട് അവനെ കൊണ്ട് പണിയിപ്പിക്കുന്ന ഒരു രീതി. അതുപോലെ ഓർഗൻ ട്രാഫിക്കിംഗ് ഉണ്ട്. ഓർഗൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള പല ഓർഗനുകളും ഫോഴ്സ് ചെയ്ത് നമ്മളെ റിമൂവ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, സെയിൽ ചെയ്യിക്കുന്നു. പൈസ തരുമായിരിക്കും, പക്ഷെ പൈസ തരുമെങ്കിൽ പോലും നമ്മൾ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളെ അതിന് വിധേയരാക്കുന്ന രീതി, അതിന് എഗനിസ്റ്റും ലോ ഉള്ളതാണ്. അതുപോലെ ചൈൽഡ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഫോർ ലേബർ, സെക്സ് അല്ലെങ്കിൽ അതർ പർപ്പസിന് കൊച്ചു കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഫാക്ടറികളിലൊക്കെ
നിർബന്ധപൂർവ്വം ജോലി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ നിർബന്ധിച്ച് സെക്സ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക, ഇതെല്ലാം ഈ ചൈൽഡ് ട്രാഫിക്കിങ്ങിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് ശരിക്കും റിലീജിയൻ്റെ ഫ്രീഡം, മതപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ കാര്യങ്ങൾ പ്രൊപഗേറ്റ് ചെയ്യാനും ഉള്ള അവകാശം തന്നിട്ടുണ്ട് 25-ൽ, ആർട്ടിക്കിൾ 25-ൽ. അതുപോലെ ഈ റിലീജിയസ് അഫയേഴ്സ് നടത്താനുള്ള അവകാശം ആർട്ടിക്കിൾ 26-ൽ തന്നിട്ടുണ്ട്. അതുപോലെ ഈ ആർട്ടിക്കിൾ 27-ൽ പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ഫ്രീഡം ഫ്രം അറ്റൻഡൻസ് ഓഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റിലീജിയസ് വർഷിപ്പിന് സർട്ടൻ എഡ്യൂക്കേഷൻസ്, അതെല്ലാം ആർട്ടിക്കിൾ 28-ലും പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 28-ൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് മറ്റുള്ള കുട്ടികളെ കൊണ്ട് നിർബന്ധിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്.